ഇരുന്നാലും ഈ പുട്ട് ഇതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ പുട്ടിന്റെ പൊടിയൊക്കെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നനച്ചിട്ട് എടുക്കുമ്പോൾ വെള്ളത്തിന്റെ അളവൊക്കെ കറക്റ്റ് ആയിട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പുട്ട് റെഡി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ആ പുട്ട് അതിലേക്ക് സോഫ്റ്റ് ആയിട്ട് വരില്ല. പക്ഷെ ഇതേപോലെ ചോറ് ചേർത്തിട്ട് പുട്ടിന്റെ പൊടി നനച്ചിട്ട് എടുക്കാനായിരുന്നാലും നല്ല എളുപ്പമാണ്. ഇതൊരു ഇപ്പോൾ ഒരു ഹൈസ്കൂൾ പഠിക്കുന്ന കുട്ടിക്കൊക്കെ ആയിരുന്നാലും ഇതേപോലെ പുട്ടൊക്കെ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ പുട്ട് ഉണ്ടാക്കുമ്പോൾ ഇതിലേക്ക് നിങ്ങൾ തേങ്ങ കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പുട്ട് കറി അല്ലെങ്കിൽ പഴം ഒന്നും ചേർക്കാണ്ട് തന്നെ വെറുതെ തന്നെ കഴിക്കാനായിരുന്നാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ഇതേന്ന് റെഡിയാക്കാം. ഇത് പുട്ടാക്കാൻ വേണ്ടിയിട്ട് അരിപ്പൊടി വേണം. അത് നിങ്ങൾ എടുക്കുമ്പോൾ പുട്ടിൻ്റെ പൊടിയാണെന്നുണ്ടെങ്കിൽ പുട്ടിൻ്റെ പൊടി എടുക്കുക. അല്ലെങ്കിൽ ഞാനിവിടെ ഇത് കടയിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ചേക്കുന്ന അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. ഇതേപോലെ ഇങ്ങനെ റൈസ് ഫ്ലോർ എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. അല്ലെങ്കിൽ കടയിൽ നിന്ന് തന്നെ നമുക്ക് പുട്ടിൻ്റെ പൊടി എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനത്തെ പൊടിയായിരുന്നാലും കുഴപ്പമില്ല. പിന്നെ വേണ്ടത് ചോറാണ്. ഞാനിവിടെ കുത്തരിയുടെ ചോറാണ് എടുത്തേക്കുന്നത്. അത് ഏത് ടൈപ്പ് ചോറായിരുന്നാലും കുഴപ്പമില്ല. അത് ഇനി അരിപ്പൊടി നമ്മളിപ്പോൾ ഒരു കപ്പ് അരിപ്പൊടി എടുക്കുകയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ സാധാരണ വേവണ ചോറിനുള്ളൂ എന്നുണ്ടെങ്കിൽ ആ സെയിം കപ്പിൽ തന്നെ സെയിം അളവിൽ ചോറ് എടുക്കുക. പിന്നെ ചോറ് ചിലപ്പോൾ ചേർക്കുമ്പോൾ ഇനിയിപ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് വേവ് കൂടിപ്പോയി ചോറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ചെറിയൊരു വ്യത്യാസം വരും. അപ്പോൾ നിങ്ങളത് ചേർക്കുമ്പോൾ അതനുസരിച്ചിട്ട് ചേർക്കണം. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ വെന്തിട്ടിരിക്കുന്ന ചോറാണെന്നുണ്ടെങ്കിൽ രണ്ടും സെയിം അളവിൽ എടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലെ ഒരു വലിയൊരു ചുവന്നുള്ളിയുടെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ജീരകവും ചേർക്കാം. ഇത് രണ്ടും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതേപോലെ കുറച്ച് ചുവന്നുള്ളിയും ചെറിയ ജീരകവും കൂടിയും ചേർത്തിട്ടുണ്ടെങ്കിൽ ആ പുട്ടിന് നല്ലൊരു സ്മെല്ലുണ്ടാവും, ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വേണം. അത് മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയിട്ട് എടുക്കണം. ഈ അരിപ്പൊടിക്ക് നിങ്ങൾ കടയിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പാനിലിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ടെങ്കിലും അതിന് കുറച്ചും കൂടി നല്ലൊരു സ്മെല്ല് കിട്ടും. മെഷറിംഗ് കപ്പിലാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് അളവ് എടുക്കുമ്പോൾ അങ്ങനെ മെഷറിംഗ് കപ്പ് തന്നെ വേണമെന്നില്ല. നിങ്ങളിപ്പോൾ എടുക്കണ സെയിം പാത്രത്തിൽ തന്നെ രണ്ടിൻ്റെയും അളവ്, അരിപ്പൊടിയുടെയും ചോറിൻ്റെയും അളവ് ആ സെയിം പാത്രത്തിൽ തന്നെ എടുക്കുക. അപ്പോൾ ഒരു കപ്പ് അരിപ്പൊടി ചേർക്കാം. ഒരു കപ്പ് അരിപ്പൊടി ഈ ജാറിലേക്ക് ചേർക്കാം. കാരണം അത് മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയിട്ട് എടുക്കണം. ഇനി ഒരു കപ്പ് ചോറ് ചേർക്കാം. പിന്നെ മിക്സിയിലിട്ടിട്ട് ഇതേപോലെ കറക്കിയിട്ട് എടുക്കുമ്പോൾ അങ്ങനെ കുറേ ഇട്ടിട്ട് മിക്സിയിലിട്ടിട്ട് കറക്കണ്ട. അപ്പോൾ അത് ശരിക്കും അങ്ങോട്ട് നമുക്കങ്ങോട്ട് രണ്ടും കൂടിയിട്ട് മിക്സായിട്ട് കിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഓരോ കപ്പാണ് ചേർത്തിട്ടാണ് കറക്കാൻ വേണ്ടിയിട്ട് പോണത്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ 2 കപ്പൊക്കെ ഒരുമിച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ ചോറ് അതിൻ്റെ കൂടെ നമുക്ക് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പാടായിരിക്കും. അപ്പോൾ അതിലേക്ക് ഒരു കപ്പ് ചോറ് ചേർക്കാം. ഇതേപോലെ ഞാനൊരു വലിയ ചുവന്നുള്ളിയുടെ പകുതിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 2 കപ്പിൻ്റെ പുട്ടാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത്. ഇപ്പോൾ ഒരു കപ്പിൻ്റെ മിക്സാണല്ലോ ഈ മിക്സിയിലേക്ക് ചേർത്തേക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ പകുതി മാത്രമേ ചേർക്കണുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലും ചേർക്കാം. ഇതേപോലെ ഒന്ന് ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർക്കാം. ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ജീരകവും ചേർക്കാം. ഞാനിവിടെ ചെറിയ ജീരകമാണ് ചേർക്കുന്നത്. ഒരുപാടൊന്നും ചേർക്കണ്ട, കുറച്ച് ചേർത്താൽ മതി. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പൊക്കെ ആയിരുന്നാലും ഏറ്റവും കുറച്ച് ചേർക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി ഇതൊന്ന് കറക്കിയിട്ട് എടുക്കുക. ഇത് മിക്സിയിലിട്ടിട്ട് കറക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് പകർത്താം. അപ്പോൾ നിങ്ങൾ എടുക്കണ ചോറിൻ്റെ വേവ് അനുസരിച്ചിട്ട് ചിലപ്പോൾ ചെറുതായിട്ട് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഏറ്റവും ഇത് ഇതേപോലെ നമ്മളിങ്ങനെ കയ്യിലൊന്ന് എടുത്ത് കഴിയുമ്പോൾ ഇത് ഇതേപോലെ ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ കൂടിയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു പ്രാവശ്യം പുട്ടുണ്ടാക്കി കഴിഞ്ഞിട്ട് ആ പുട്ട് റെഡി ആയി കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ വേറെ പാത്രത്തിലേക്ക് നമ്മളത് മാറ്റുമല്ലോ. അങ്ങനെ മാറ്റുന്ന സമയത്ത് പുട്ട് പൊടിഞ്ഞു പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ചോറ് കുറവായതുകൊണ്ടാണ് പുട്ട് പൊടിഞ്ഞു പോണത്. അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ള പൊടിയിലേക്ക് കുറച്ചും കൂടി ചോറ് ഇട്ടിട്ട് ഒന്ന് കറക്കിയിട്ടിടും. സാധാരണ നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ പുട്ടും കണയുടെ ഉള്ളിൽ നിന്ന് എടുക്കുമ്പോൾ പൊടിഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് ചോറ് ചേർക്കണതുകൊണ്ട് അപ്പോൾ ചോറിൻ്റെ കുറവായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ വെള്ളം ചേർത്തിട്ടുള്ള പുട്ടാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് വെള്ളം കുറഞ്ഞിട്ടാണ് പുട്ട് പൊടിഞ്ഞിട്ട് പോണത്. അപ്പോൾ ഇതൊരു കറക്റ്റ് അളവായിട്ടുണ്ട്.
ഇപ്പോൾ രണ്ടാമത്തെ ട്രിപ്പും പൊടിച്ചെടുത്തിട്ടുണ്ട്. പുട്ടുണ്ടാക്കാനുള്ള പുട്ടിൻ്റെ പൊടി റെഡി ആയിട്ടുണ്ട്. പിന്നെ പുട്ടിലേക്ക് തേങ്ങയും വേണം. ഇനി ഇത് ഈ പുട്ടുംകുറ്റിയിലേക്ക് ഈ പൊടി നമുക്ക് ഫില്ല് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് ഏട്ടാദ്യം ഇതേപോലത്തെ ആ ചില്ലിടാം. ഇതിലേക്ക് ഫസ്റ്റ് തേങ്ങ ചേർക്കാം. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷേ ചിലപ്പോൾ ഏട്ടാദ്യമൊക്കെ ആയിട്ട് പുട്ടുണ്ടാക്കുന്നവർ ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ അവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഏട്ടാദ്യം തേങ്ങ ചേർക്കാം. ആ തേങ്ങയൊക്കെ ചേർക്കുന്നതിന് അങ്ങനെ കറക്റ്റ് ഒരു അളവൊന്നുമില്ല. അതിപ്പോൾ നമുക്ക് കുറേ തേങ്ങ വേണമെന്നുണ്ടെങ്കിൽ കുറേ തേങ്ങ ചേർക്കാം. ഇതിലേക്ക് പുട്ടിൻ്റെ പൊടി ചേർക്കാം. ഇതേപോലെ ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഇടുന്നതായിരിക്കും കൈ കൊണ്ട് ഇടുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ല എളുപ്പം. ഇപ്പോൾ പുട്ട് ആവിയിൽ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. ഈ പുട്ട് ഞാനിവിടെ കുക്കറിൻ്റെ മുകളിൽ സ്റ്റീം വരുന്നതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് പുട്ട് വേവിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ പുട്ട് എങ്ങനെ വേവിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ വേവിച്ചിട്ടെടുക്കുക. ഇനി ഞാനിവിടെ കുക്കറിൽ വെള്ളം വെച്ചിട്ട് ആവിയുടെ മുകളിൽ വെച്ചിട്ടാണ് പുട്ട് വേവിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ കുക്കറിലേക്ക് വെള്ളം ചേർക്കാം. കുക്കറിലേക്ക് വെള്ളം ചേർക്കുമ്പോൾ ഒരുപാട് വെള്ളമൊന്നും ചേർക്കണ്ട. ഒരു 2 ഗ്ലാസ് അല്ലെങ്കിൽ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരു 3 ഗ്ലാസ് വെള്ളമേ ആവശ്യമുള്ളൂ. ഇനി കുക്കർ അടച്ച് വയ്ക്കുക. വിസിലെടുത്ത് മാറ്റുക. ഇത് വെള്ളം ചൂടാവുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ വിസിലെടുത്ത് മാറ്റിക്കോ. അല്ലെങ്കിൽ ചിലപ്പോൾ പരിചയമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് വിസിൽ ഊരി എടുക്കുമ്പോൾ കൈമേക്ക് നന്നായിട്ട് ആവി അടിക്കും. ഇതിൻ്റെ അടിയിൽ ഈ പുട്ടും കണയുടെ അടിയിൽ ഇതേപോലെ ഒരു ഹോളുണ്ടാവും. ഈ ഹോളും ഈ വിസിൽ വരുന്നതിൻ്റെ ഹോളിൻ്റെ ഉള്ളിൽ ശരിക്കും പോകണം. അല്ലെങ്കിൽ ആവി ഇതിൻ്റെ ഉള്ളിൽ കൂടെ ശരിക്കും വരില്ല. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ പുട്ടുകണയുടെ ഉള്ളിൽ നിന്ന് നന്നായിട്ട് ആവി വരുന്നുണ്ട്. ആവി വന്ന വഴിക്ക് തന്നെ നിങ്ങളിത് എടുക്കരുത്. ആവി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു 2-3 മിനിറ്റ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നന്നായിട്ട് ആവി വരണം. എന്നാൽ മാത്രമേ പുട്ട് നമുക്ക് ശരിക്കും വെന്ത് കിട്ടുള്ളൂ. ഇനി തീ ഓഫ് ചെയ്യേ. ഇത് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. നമ്മൾ അതിനകത്ത് ചുവന്നുള്ളിയും ചെറിയ ജീരകം ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് പകർത്താം. ഇപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് പുട്ടും റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും, നല്ല പഞ്ഞി പോലെ ഇരിക്കും അത്. ഇപ്പോൾ ചോറും കൊണ്ടുള്ള പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് ശരിക്കും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. ഇത് കഴിക്കാനായിരുന്നാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും.